നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ പല സിനിമകളിലും ട്രെയിലറിലും ടീസറിലും പല സീനുകൾ കാണാറും. പക്ഷെ ഒട്ടുമിക്ക സിനിമയിലും റിലീസായി കഴിഞ്ഞ് പല സീനുകളും കാണാറും. എമ്പുരാൻ സിനിമയിലടക്കം അങ്ങനെ പല സീനുകളും. ഒരു ഉദാഹരണം ഈ ഒരു സീൻ. നമ്മൾ എമ്പുരാന്റെ ടീസറിൽ ഇങ്ങനെ ഒരു സീൻ കാണും. ഒരു മിലിറ്ററി ഫോഴ്സ് അറ്റാക്ക് ചെയ്യാനായി കയറി വരും. അബ്രാം ഖുറേഷി എന്ന ക്യാരക്ടർ ഒരു ചർച്ചിൽ തോക്കായി റെഡിയായി നിൽക്കുന്നു. പെട്ടെന്ന് കുറച്ച് പേർ അകത്തേക്ക് കയറുന്നു. ഈ ഒരു ക്യാരക്ടർ ഷൂട്ട് ചെയ്യാൻ റെഡിയാവും. ഇതായിരുന്നു സീൻ. കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പേട്ട സിനിമയുടെ ചർച്ച് ഫൈറ്റ് പോലെ തോന്നും. ഇതേ സെയിം സീൻ മറ്റൊരു സിനിമയിലുമുണ്ട്. ആ ഒരു സിനിമയാണ് നമ്മുടെ ലിയോ സിനിമ. ലിയോ സിനിമയുടെ 2 മിനിറ്റ് 49 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഈ ഒരു പ്രൊമോയിൽ ലിയോ ക്യാരക്ടർ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ വെപ്പൺസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ എമ്പുരാനിൽ ചർച്ച ആണെങ്കിൽ ഇവിടെ ഫാക്ടറിയാണ്. വില്ലന്മാര് വരുന്നതായി കാണിക്കുന്നു. നായകൻ റെഡിയാവും. ഈ ഒരു സീൻ ലിയോ സിനിമയിൽ ഇല്ല. എന്നാൽ ഈ ഒരു സീന്റെ റെഫറൻസ് മറ്റൊരു രീതിയിൽ ലിയോ സിനിമയിലും. എമ്പുരാൻ സിനിമയിലെ ഈ ഒരു സീൻ തേർഡ് പാർട്ടിലെ സീനാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സീനുകൾ ഭൂരിഭാഗം സിനിമയിലും ഒറിജിനൽ സിനിമയിലെ സീനുകൾ തന്നെയാണ്. മറ്റൊരു പാർട്ടിലെ എൻഡ് ക്രെഡിറ്റ് സീനായി മാത്രമേ ഒട്ടുമിക്ക സിനിമയിലും മറ്റൊരു പാർട്ടിന്റെ നേരിട്ടുള്ള വിഷ്വൽസ് കാണിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത് മറ്റൊരു പാർട്ടിലെ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സീൻ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക സിനിമകളും മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രമായി ഷൂട്ട് ചെയ്യുന്ന ചില സ്പെഷ്യൽ സീനുകളാണ്. ചില ഡയറക്ടേഴ്സ് ഇങ്ങനെ ചെയ്യാറുണ്ട്. സിനിമയുടെ ഗ്ലിംസ് ആദ്യം ഷൂട്ട് ചെയ്യും. മെയിൻ ആയിട്ടുള്ള ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് പോലും ഉണ്ടാവും. ശേഷം ഷൂട്ട് ചെയ്ത് വെച്ച ഗ്ലിംസ് പുറത്തിറക്കും. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനെന്നാൽ നിങ്ങൾ കാണാൻ പോകുന്ന സിനിമ ഏകദേശം ഇങ്ങനെയായിരിക്കുമെന്ന് ഒരു ഐഡിയ കൊടുക്കാനാണ്. അപ്പോൾ ഓഡിയൻസിന്റെ റെസ്പോൺസ് കിട്ടും. പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവും ആകും. എന്താണ് ഓഡിയൻസിന് വേണ്ടത് അതനുസരിച്ചായിരിക്കും ഒറിജിനൽ സിനിമയുടെ ഷൂട്ട്. അങ്ങനെ ചെയ്യുന്നവരും. ചില സിനിമകൾ ഒറിജിനൽ സിനിമയിലെ സീൻ തന്നെ കട്ട് ചെയ്ത് ഗ്ലിംസ് ആയിരുന്നു. ജയിലർ സിനിമ ഇങ്ങനെയായിരുന്നു. ഈ ഒരു സീൻ നമുക്ക് സിനിമയിലും കാണും. ജയിലർ 2ന്റെ ഗ്ലിംസ് വന്നിട്ട് ഈ സീനുകളിൽ ഏതെങ്കിലും ഒരു പോർഷൻ സിനിമയിലെ സീനായിരിക്കും. മറ്റു ചില ഡയറക്ടേഴ്സ് ഡിലീറ്റഡ് സീനുകൾ ഇങ്ങനെ കൊടുക്കാറും. കൂലി സിനിമയുടെ പ്രൊമോയിലെ സീനുകൾ ഒന്നും തന്നെ നമുക്ക് തിയേറ്ററിൽ കാണാൻ കഴിയും. ചിലപ്പോൾ ഒരു പക്ഷേ ലിയോ സിനിമ പോലെ റെഫറൻസ് ഉണ്ടാവും. വിക്രം സിനിമയില് ഈ ഒരു പ്രൊമോ സീൻ സിനിമയിലെ ഉണ്ടായിരുന്നില്ല. മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. ഈ ഒരു സീൻ നെറ്റ്ഫ്ലിക്സിന്റെ നാർക്കോ വെബ് സീരീസിന്റെ സീസൺ 2ന്റെ പ്രൊമോയിൽ നിന്ന് നേരിട്ട് ഇൻസ്പയർ ആയത്. പുഷ്പയുടെ ഗ്ലിംസ് 3 മിനിറ്റ് ഉണ്ടായിരുന്നു. വേറെ പുഷ്പ എന്ന രീതിയിൽ ഒരുപാട് പോലീസുകാർ പുഷ്പയെ അന്വേഷിച്ചു. പെട്ടെന്ന് പുഷ്പയുടെ ഉണ്ട്. പുലി വരെ പേടിച്ചു പോകുന്ന രീതിയിലാണ് പുഷ്പരാജിന്റെ ഉണ്ട്. ഈ ഒരു സീൻ ഒരുപാട് ട്രോളുകൾക്ക് കാരണമായി. പലരും പറയുന്നത് ഇത് പുഷ്പ 3ലെ സീനാണ്. കാരണം പുഷ്പ സിനിമയിൽ ഇങ്ങനെ ഒരു സീനേ ഇല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു സീൻ ജസ്റ്റ് ഒരു പ്രൊമോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എമ്പുരാൻ 3 മിക്കവാറും അബ്രാം ഖുറേഷിയുടെ സ്റ്റോറി ആയിരിക്കാം മെയിൻ ആയി ഫോക്കസ് ചെയ്യുക. ഭൂരിഭാഗം സീനും ചെറുപ്പകാലം മുഴുവൻ പ്രണവും പിന്നീട് സെക്കൻഡ് ഹാഫ് മുതൽ ലാലേട്ടനും മൃത്യുവും തമ്മിലുള്ള സ്റ്റോറി ആയിരിക്കും. സിനിമയുടെ പേര് കേട്ടിട്ട് വില്ലന്റെ ഒറിജിൻ കൂടുതലായി ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചു. ലൂസിഫർ അഥവാ ചെകുത്താൻ ഏകദേശം കാണാൻ ഇങ്ങനെയായിരിക്കും. ലൂസിഫർ ആദ്യം ഒരു മാലാഖയായിരുന്നു. ഒരു ദിവസം ലൂസിഫർ ദൈവത്തെ എതിർത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെകുത്താനായത്. പോരാത്തതിന് ദൈവത്തിന്റെ ഒരു ശാപവും ഉണ്ടായിരുന്നു. നീ പാതാളം ഭരിക്കുന്ന ഒരു സാത്താനാകും. ഇതും കൂടി കിട്ടിയപ്പോഴാണ് കാണാൻ വലിയ കുഴപ്പമില്ലാത്ത ലൂസിഫർ ഒരു ചെകുത്താൻ ലാസറിന്റെ ലുക്കിലേക്ക് വന്നു. ലൂസിഫർ സിനിമയിലും സ്റ്റോറി ഏകദേശം എങ്ങനെയാണ്. ദൈവത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഒരു അണ്ടർവേൾഡ് ഡോണായി. ചില മനുഷ്യർ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു സാത്താനെ ആരാധിക്കും. ഇതിനെ പറയുന്നതാണ് ബ്ലാക്ക് മേജ്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അസ്രായേൽ എന്ന് പറയുന്നത് അന്യൻ സിനിമയിലെ ചെകുത്താനാണ്. ഇനിയും ചെകുത്താനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചെകുത്താന്മാരും ഒരു ഗോഡ്സില്ല ചെകുത്താന്മാരും. ഈ കാണുന്ന ഗോഡ്സില്ല ചെകുത്താന്റെ പേരാണ് അലാസ്തർ. എമ്പുരാൻ സിനിമയ്ക്ക് 4th പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു പേരിട്ടാൽ അസ്രായേലാണോ അലാസ്തർ ആണോ മാസ് പേരെന്നുള്ളത് ഉറപ്പായിന്റെ കമ്പിയർ. അസ്രായേലിന്റെ സ്റ്റോറി തികച്ചും വ്യത്യസ്തമാണ്. മനുഷ്യനെ ഉണ്ടാക്കാൻ ദൈവം ഇതിനായുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ച് മാലാകന്മാരായിരിക്കും. ഇതിലെല്ലാവരും തോന്നി. പക്ഷെ അസ്രായേല് കൊണ്ടുപോയി മനുഷ്യജീവനം ഉണ്ടാക്കാൻ സഹായിച്ചത് കൊണ്ട് തിരിച്ചെടുക്കാനുള്ള അധികാരവും അസ്രായേലിന് കൊടുത്തു. അങ്ങനെയാണ് അസ്രായേൽ ഒരു കാലനായി മാറി. എമ്പുരാൻ 3 റിക്യൂണാണ് വരുന്നത്. പലർക്കും ഇത് വെറും ഒരു ചൈനക്കാരനായിരിക്കും. എന്നാൽ റിക്യൂ ഒരു മാസ് നടൻ തന്നെയാണ്. റിക്യൂൺ തന്നെയാണെന്ന് പലർക്കും അറിയായിരുന്നു. കാരണം ഇത് ഒരുപാട് നാളുകൾക്ക് മുമ്പ് ലീക്കായി. റിക്യൂണിന്റെ കാര്യം നോക്കിയാൽ അധികം സിനിമകളൊന്നും ഇല്ല. ഉള്ള സിനിമയാണെങ്കിൽ അത്യാവശ്യം മാസായ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ഫേസ് ആണ് ഓർമ്മ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 1 2001 ഇറങ്ങി. ഇപ്പോൾ 23 വർഷമായി. അന്ന് റിക്യൂൺ 30 വയസ്സുള്ളൂ. ഇന്ന് 53 വയസ്സ്. സ്വാഭാവികമായും ഫേസിൽ പല ചേഞ്ചുകൾ വരും. ഇതുകൊണ്ട് തന്നെ അറിയുന്ന പലർക്കും റിക്യൂനെ മനസ്സിലായി. എമ്പുരാന് മുമ്പ് 2023 ടെട്രീസ് എന്ന സിനിമയിൽ ഒരു ബാങ്ക് മാനേജറായി റിക്യൂൺ വന്നിരുന്നു. ജെയിംസ് ബോണ്ടിന്റെ ഡൈ അനദർ ഡേ എന്ന സിനിമയിൽ ഈ ഒരു മൊട്ടവില്ലൻ റിക്യൂൺ ആയിരുന്നു. ഈ ഒരു സിനിമ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. കണ്ടിട്ടുള്ളവർ ഉറപ്പായി കമന്റ് ചെയ്യും. ഈ ഒരു സിനിമയിൽ സാവോ എന്നാണ് പേര്. റിക്യൂൺ ഒരു മാർഷൽ ആർട്ട് ഫൈറ്ററാണ്. ചിലപ്പോൾ എമ്പുരാൻ 3 ഫൈറ്റ് സീൻ ഉണ്ടാവും. ലാലേട്ടനുമായി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ലാലേട്ടനുമായി ഗൺ ഫൈറ്റ് ആയിരിക്കാം കൂടുതൽ ചാൻസ്. റിക്യൂൺ ഒരു കുങ്ഫു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ലൂസിഫർ സിനിമയിൽ
ലാലേട്ടൻ ക്യാരക്ടർ ചെയ്യുന്നത് കേരള സ്റ്റൈൽ വളരെ മിക്സഡ് ആയ ഫൈറ്റ്. പലരും പറയുന്നത് ലാലേട്ടന്റെ ഡോൺ ക്യാരക്ടറിന് ഡോൺലി ചെയ്യുന്ന പോലെയുള്ള ഫൈറ്റുകൾ നന്നായി മാച്ച് ആവുമെന്ന്. ഡോൺലി ചെയ്യുന്നത് ബോക്സിംഗ് ആണ്, മെയിനായി ബോക്സിംഗ് ആണെങ്കിലും ഇടയിൽ കുങ്ഫു ഉണ്ട്. അങ്ങനെ ഒരു മിക്സഡ് മാർഷൽ ആർട്സ് ആണ് ഡോൺലി സിനിമകൾ ഫോളോ ചെയ്യുന്നത്. ലാലേട്ടന്റെ ക്യാരക്ടറിന് ഇങ്ങനെയുള്ള ഫൈറ്റുകൾ മാച്ച് ആവാം. പക്ഷേ ഈ ഒരു ക്യാരക്ടറിന്റെ ഒറിജിൻ കേരള ആയതുകൊണ്ട് നിലവിലെ ഫൈറ്റാണ് മാച്ച്. രണ്ട് സിലുവയാണ് എമ്പുരാൻ സിനിമയുടെ ഫൈറ്റ് കൊണ്ടുവരും. ഇദ്ദേഹം തന്നെയാണ് അന്യൻ സിനിമയിലെ ഫൈറ്റ്, സാഹോ സിനിമയിലെ ഫൈറ്റ്, മാരി, ജില്ലാ സിനിമയിലെ ഫൈറ്റ് എല്ലാം ചെയ്തു. എമ്പുരാന്റെ ചില ഫൈറ്റുകൾ ജില്ലാ സിനിമയുടെ കട്ടുണ്ടായിരുന്നുവെന്ന് പലരും പറയുന്നു. ശരിയാണ്, ചെറിയൊരു മാച്ചിങ് ഉണ്ടായിരുന്നു. ഏത് സിനിമയിലാണെങ്കിലും ഫൈറ്റ് കോറിയോഗ്രഫി എന്ന് പറയുന്നത് വളരെ പണിയുള്ള ഒരു ജോലിയാണ്. ഫൈറ്റ് കോറിയോഗ്രാഫർക്ക് ഒട്ടുമിക്ക മാർഷൽ ആർട്സ് നന്നായി അറിയാൻ പറ്റും. കരാട്ടെ, കുങ്ഫു, കളരി അങ്ങനെ ഒന്നിലധികം അറിയാം. ചില സിനിമകളിൽ പുറത്തുനിന്നൊരു സ്റ്റണ്ട് മാസ്റ്ററെ പ്രത്യേകം വിളിക്കേണ്ടി വരാറുണ്ട്. റയറായ സിനിമകളിലാണ്. കാരണം നടൻ തന്നെ ഒരു സ്റ്റണ്ട് മാസ്റ്ററെ. അങ്ങനെയുള്ള ഒരു നടനാണ് നമ്മുടെ ജാക്കി ചാൻ. പല സിനിമകളിലും ജാക്കി ചാൻ തന്നെ ഫൈറ്റ് കോറിയോഗ്രഫി ചെയ്തിട്ടുണ്ട്. ജാക്കി ചാൻ സ്വന്തമായി വലിയൊരു സ്റ്റണ്ട് ടീമുണ്ട്. വലിയ ഹോളിവുഡ് സിനിമയിലും ചൈനീസ് സിനിമയിലും ഈ ഒരു ടീമാണ് ഫൈറ്റ് കോറിയോഗ്രഫി ചെയ്യുന്നത്. ജാക്കി ചാന്റെ കാര്യം നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസ്കി സ്റ്റണ്ടുകൾ ചെയ്തിട്ടുള്ള നടനും ഇതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ പറ്റിയിട്ടുള്ള നടനും ജാക്കി ചാനാണ്. ഈ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് ജാക്കി ചാൻ ഓസ്കാർ വരെ കിട്ടിയിട്ടുണ്ട്. ഫൈറ്റ് കോറിയോഗ്രഫി ചെയ്യുന്നത് ആദ്യം ഫൈറ്റ് മാസ്റ്ററിന് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കണം. പിന്നീട് ഈ ഒരു ഫൈറ്റ് എവിടെ വെച്ച് നടക്കണമെന്നുള്ളത് ഒരു സെറ്റ് ഇടും. പിന്നീട് എത്ര പേര് ഫൈറ്റിൽ ഉണ്ടാകുമെന്ന്, നായകനാണോ വില്ലനാണോ ആദ്യം അടിക്കേണ്ടതെന്ന് ഫൈറ്റ് മാസ്റ്ററിനോട് പറയണം. പിന്നീട് നായകനെയും വില്ലനെയും ഫൈറ്റ് മാസ്റ്റർ ട്രെയിൻ ചെയ്യും. എങ്ങനെ അടിക്കണം, എങ്ങനെ തടുക്കണം തുടങ്ങിയ എല്ലാ കാര്യവും പറയും. ബാക്ക്ഗ്രൗണ്ട് ഫൈറ്റേഴ്സിന്റെ കാര്യവും സ്റ്റണ്ട് മാസ്റ്ററാണ് നോക്കും. ഇവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇടി കൊള്ളുക, പറക്കുക കാണുമ്പോൾ ഈസി ആണെങ്കിലും ഇതും ടഫാണ്. മാത്രവുമല്ല ഇവരും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. ഒരു ഫൈറ്റ് സീൻ നമ്മൾ സിനിമയിൽ കാണുന്നത് വളരെ സ്പീഡാണ്, എന്നാൽ ഷൂട്ടിംഗ് ടൈമിൽ വളരെ സ്ലോ ആയി ആക്ഷൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് സൗണ്ട് എഫക്റ്റിലൂടെയും എഡിറ്റിംഗ് വഴി സ്പീഡ് കൂട്ടുമ്പോഴാണ് നമുക്കിത് ഒരു റിയൽ ഫൈറ്റ് ആയി തോന്നുന്നത്. Action!